المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന തന്റെ പ്രസിദ്ധമായ ഈ ഗ്രന്ഥത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരു പാപം ഷിർക്കാണ് എന്ന് പറയുകയുണ്ടായി. ഷിർക്ക് സംഭവിക്കാനുള്ളതായ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് സൂഉദ്ദന്ന്, മോശപ്പെട്ട ചിന്തകൾ വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതാണ് പാപങ്ങൾ സംഭവിക്കാനുള്ള കാരണം. ഷിർക്ക് സംഭവിക്കാനും അതുതന്നെയാണ് കാരണം എന്നാണ് ഷെയ്ഖ് അവറുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ പല രീതിയിൽ വിശദീകരിക്കുകയുണ്ടായി. അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഓരോ വിഭാഗം ആളുകൾക്കും സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കാത്തതാണ് എന്നാണ് വിശദീകരിച്ചു വന്നത്. അവസാനം പറഞ്ഞത് റവാഫിളത്തിനെ സംബന്ധിച്ചാണ്. ഷിയകൾ അള്ളാഹുവിനെ യഥാവിധം കണക്കാക്കേണ്ട പ്രകാരം, വിലവെക്കേണ്ട പ്രകാരം വിലവെച്ചിട്ടില്ല. എന്താണ് അവർ ചെയ്തത്? അവർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിന്റെയും റസൂലിന്റെ കുടുംബത്തിന്റെയും ശത്രുക്കൾക്ക് വലിയ സ്ഥാനങ്ങൾ നൽകി. അവരുടെ ദിക്റുകൾ, അവരുടെ കീർത്തനങ്ങൾ അള്ളാഹു ഉയർത്തുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾക്ക് അള്ളാഹു അധികാരവും ഖിലാഫത്തും നൽകി, പ്രതാപം നൽകി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ, നബിയുടെ കൂട്ടാളികളായ ആളുകൾക്ക് അള്ളാഹു അവരെ താഴ്ത്തുകയും നിന്ദിതയിലാക്കുകയും എല്ലാം ചെയ്തു എന്നാണ് അവരുടെ അഭിപ്രായം. അതായത് അവരുടെ വീക്ഷണപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളാണെന്നും അവർക്ക് അള്ളാഹു വലിയ സ്ഥാനങ്ങളും ഖിലാഫത്തും പദവികളും നൽകിയെന്നും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്ക് അള്ളാഹു ഇതൊന്നും നൽകാതെ അവരെ നിന്ദിക്കുകയും ചെയ്തു
എന്ന വളരെ മോശപ്പെട്ട ഒരു വാക്യം അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ആരോപിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ഷെയ്ഖ് അവറുകൾ ഈ ഷിയകൾക്ക്, റാഫിളീങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഇതുപോലുള്ള വാക്യങ്ങൾ കിട്ടിയത് എന്നാണ് വിശദീകരിക്കുന്നത്. ഷെയ്ഖ് അവറുകൾ പറയുന്നു, വഹാദൽ ഖൗലു മുഷ്തഖും മിൻ ഖൗലിൽ യഹൂദി വന്നസ്വാറ ഫി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സംബന്ധിച്ച് ജൂത നസാറാക്കൾ എങ്ങനെയാണ് ഉദ്ധരിച്ചിരുന്നത്, അവരെന്താണോ പറഞ്ഞിരുന്നത്, അവരുടെ വാക്യത്തിൽ നിന്ന് കടമെടുത്തതാണ് ആര്? ഈ റാഫിളുകൾ, ഷിയകൾ ഈ വാക്യത്തെ, ഈ വാദത്തെ. ജൂത നസാറാക്കൾ പറയുന്നത് അന്നഹു അർസല മലികൻ ളാലിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമിയായ ഒരു രാജാവിനെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു റിസാലത്ത് നൽകി, നുബുവത്ത് നൽകി നിയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ വാദിക്കുകയാണ്, അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു, ഒരു അക്രമിയായ ഭരണാധികാരി നിയോഗിച്ചു. ഫദ്അൻ നുബുവത ലിനഫ്സി, എന്നിട്ട് അദ്ദേഹം സ്വയം നുബുവത്ത് വാദിക്കുകയുണ്ടായി. വകദബ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ കളവ് പറഞ്ഞു. വമകസ സമാനൻ തവീലൻ യക്ദിബു അലല്ലാഹി കുല്ല വഖതിൻ, അങ്ങനെ കുറെ അധികം കാലം, ദീർഘകാലം അല്ലാഹുവിന്റെ മേൽ കളവ് പറഞ്ഞുകൊണ്ട് നിലകൊണ്ടു. എന്നിട്ട് പറയുന്നു, ഖാല അല്ലാഹു കദ, അല്ലാഹു ഇന്നത് പറഞ്ഞു. വഅമറ ബികദ, അല്ലാഹു ഇന്നത് കൽപ്പിച്ചു. വനഹാ അൻ കദ, അല്ലാഹു ഇന്നത് നിരോധിച്ചിരിക്കുന്നു. യൻസഖു ശറാഇഅ അംബിയാഇഹി വറുസുലി, മുൻകഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കന്മാരുടെ, മുർസലീങ്ങളുടെ ശരീഅത്തിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. വയസ്തബീഹു ദിമാഅ അത്ബാഇഹിം വഅംവാലിഹിം വഹരീമഹും, ആ അമ്പിയാക്കന്മാരുടെ, അവരെ പിന്തുടരുന്ന ആളുകളുടെ രക്തം അനുവദനീയമാക്കി, അവരുടെ സമ്പത്ത് അനുവദനീയമാക്കി, അവരുടെ സ്ത്രീകൾ അനുവദനീയമാക്കി. വയഖൂൽ അല്ലാഹു അബാഹ ലി ദാലിക്, എന്നിട്ട് ആ രാജാവ് പറയുന്നു, അല്ലാഹു എനിക്ക് ഇന്നത് അനുവദിച്ചു നൽകി. വറബ്ബു തആല യുദ്ഹിറു, അല്ലാഹു അദ്ദേഹത്തെ സഹായിക്കുന്നു. വയുഅയ്യിദുഹു, ശക്തിപ്പെടുത്തുന്നു. വയുഅലീഹി, ഉന്നതിയിലാക്കുന്നു. വയുഇസ്സുഹു, പ്രതാപം നൽകുന്നു. വയുജീബു ദഅവാതിഹി, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. വയുമക്കിനുഹു മിമ്മൻ ഖാലഫഹു, അദ്ദേഹത്തോട് എതിരിടുന്ന ആളുകളുടെ മേൽ അവർ അദ്ദേഹത്തിന് സ്വാധീനം നൽകുന്നു. വയുഖീമുൽ അദില്ലത അലാ സുദ്ഖിഹി, അദ്ദേഹത്തിന്റെ സത്യത്തിന്റെ മേൽ, സത്യസന്ധതയുടെ മേൽ അല്ലാഹു തെളിവുകൾ സ്ഥാപിക്കുന്നു. വലാ യുആദീഹി അഹദുൻ ഇല്ലാ ളഫിറ ബിഹി, ആരെങ്കിലും അദ്ദേഹത്തോട് ശത്രുത വച്ചാൽ അവരെ പരാജയപ്പെടുത്തുന്നു. ഫയസ്ദുഖുഹു ബിഖൗലിഹി വഫിഅലിഹി വതഖരീരിഹി, അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, ഇതിനെയെല്ലാം അല്ലാഹു സത്യപ്പെടുത്തുന്നു. വയുഹദിസു അദില്ലത തസ്ദീഖിഹി ഷൈഅൻ ബഅദ ഷൈ, അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ, വാക്യങ്ങൾ, അതിനെ, തെളിവുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിന് ശേഷം ഒന്നായിക്കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മഅലൂമുൻ അന്ന ഹാദാ യതദമ്മനു അഅദമൽ ഖദ്ഹി വത്ത്അനി ഫി റബ്ബി സുബ്ഹാനഹു വ തആല. എന്നിട്ട് ശൈഖ് അവർ പറയും, ഇത് ജൂത നസാറാക്കളുടെ വാദമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച അവരുടെ ഈ വെളിപ്പെടുത്തൽ, ഈ വാദം, ഇത് ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വലിയ രീതിയിൽ അള്ളാഹുവിനോടുള്ള ഒരു ആരോപണമാണ് ജൂത നസാറാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അവന്റെ റുബൂബിയ്യത്തിനെ സംബന്ധിച്ച് അവർ നടത്തിയിരിക്കുന്ന വലിയൊരു ആരോപണമാണിത്. തആലല്ലാഹു അൻ ഖൗലിൽ ജാഹിദീന ഉലുവൻ കബീറ, ഈ നിഷേധികളായ ആളുകളുടെ ഈ പറയുന്ന വാക്യങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നിയോഗിക്കുന്നു, അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന്റെ മേൽ ദീർഘകാലം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക, അദ്ദേഹത്തെ എതിർക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക, പരാജയപ്പെടുത്തുക, ഇത് സംഭവ്യമായ കാര്യമല്ല. ആരെങ്കിലും അള്ളാഹുവിന്റെ മേൽ അങ്ങനെ കളവാണ് പറഞ്ഞത് എങ്കിൽ അവരെ ദീർഘകാലം അള്ളാഹു എന്ത് ചെയ്യില്ല, വച്ചുപൊറുപ്പിക്കുകയില്ല, നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവർ ഈ ആരോപിച്ച ആരോപണം കളവ് തന്നെയാണ്, ഒരിക്കലും എന്തല്ല, യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിൽപ്പെട്ടതല്ല അങ്ങനെ
ഒരാൾ വന്നിട്ട് അള്ളാഹുവിന്റെ മേൽ കളവ് പറയലും അങ്ങനെ വലിയ അധികാരം നേടലും വലിയ സ്ഥാനമാനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നേടലും അങ്ങനെ കുറെ അധികം കാലം ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിക്കമത്തിൽപ്പെട്ടതല്ല. ഒരിക്കലും അത് സംഭവ്യമായ കാര്യമല്ല. അപ്പൊ ജൂത നസാറാക്കൾ ഇങ്ങനെ പറഞ്ഞതിന് തത്തുല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വന്ന ഖലീഫമാരെ കുറിച്ച് ഷിയകൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ വാദിക്കുന്നത്. ഷിയകളുടെ ഈ വാദത്തെ ഇമാം അവർകൾ എന്തിനോട് തുല്യതപ്പെടുത്തുകയാണ്? ജൂത നസാറാക്കളുടെ ഈ നികൃഷ്ടമായ വാദത്തോട് തുല്യതപ്പെടുത്തുകയാണ്. ഫവാസിൻ ബൈന ഖൗലി ഹൗലാ വഖൗലി ഇഖ്വാനിഹിം മിനർ റാഫിള. അപ്പോൾ ഈ ജൂത നസാറാക്കളുടെ വാക്യങ്ങളും അവരുടെ സഹോദരങ്ങളായ റാഫിളുകളുടെ, ഷിയകൾ റാഫിളുകൾ ജൂത നസാറാക്കളുടെ സഹോദരങ്ങളാണ് ഈ വിഷയത്തിൽ. അവരുടെ സഹോദരങ്ങളായ ഇവരുടെ വാക്യത്തെ നിങ്ങളൊന്ന് തുല്യം ചെയ്തു നോക്ക്, താരതമ്യം ചെയ്തു നോക്ക്. തജിദുൽ ഖൗലൈനി കമാ ഖാല ഷായിർ. രണ്ട് വാക്യങ്ങളും ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതുപോലെ? ഒരു കവി പറഞ്ഞതുപോലെ, റദിഇ ലിബാനിൻ സദി ഉമ്മിൻ തഖാസമ ബിഅസ്ഹാമ ദാജിൻ ഔദു ലാ നതഫറഖു എന്ന് ഒരു കവി പറഞ്ഞതുപോലെ. കവി പറയുന്നത്, ആ കവി അദ്ദേഹത്തെയും സത്യസന്ധതയെയും തുലനം ചെയ്യുകയാണ്. അദ്ദേഹവും സത്യസന്ധതയും ഏതുപോലെയാണ്? ഒരു ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചതായ രണ്ട് ഇരട്ട സഹോദരങ്ങളെ പോലെയാണ്. ആ കവിയും സത്യസന്ധതയും ഏതുപോലെയാണ്? ഇരട്ട സഹോദരങ്ങളാണ്. ഒരു ഉമ്മയുടെ മുല കുടിച്ച ഇരട്ട സഹോദരങ്ങളെ പോലെയാണ്. എന്നിട്ട് അവർ സത്യം ചെയ്തു പറയുകയാണ്. എന്താണ് സത്യം ചെയ്തു പറയുന്നത്? രാത്രിയുടെ ഇരുളിൽ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, വേറുപിരിയുകയില്ല എന്ന് സത്യം ചെയ്തു പറയുന്ന ഇരട്ട സഹോദരങ്ങളെ പോലെയാണ് ഈ കവിയും സത്യസന്ധതയും എന്ന് കവി പറഞ്ഞതുപോലെയാണ് ആരുടെ വാക്യങ്ങൾ? ജൂത നസാറാക്കളുടെ വാക്യവും ഷിയകളുടെ ഈ വാക്യവും. ഇവരുടെ ഈ വാക്യങ്ങൾ ഏതുപോലെയാണ്? ഒരു ഉമ്മയുടെ പാല് കുടിച്ച ഇരട്ട സഹോദരങ്ങളെ പോലെ രണ്ട് കൂട്ടരും എന്താണ്, ഒരേപോലെയാണ് എന്ന് ഇമാം അവർകൾ അവർ ഈ വിഷയത്തിൽ തുല്യതപ്പെടുത്തുകയാണ്. അപ്പോ റവാഫിളുകൾ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ ഹിക്മത്ത്, അവന്റെ റഹ്മത്തിനെ ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ നികൃഷ്ടമായ വാദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉറ്റവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ജീവൻ തന്നെ ബലി നൽകാൻ സന്നദ്ധരായ, സമ്പത്ത് ധാരാളം ചെലവഴിച്ച, ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാന്മാരായ സ്വഹാബികളെ സംബന്ധിച്ച് ഇവർ ഈ മോശപ്പെട്ട വാക്യങ്ങൾ പറയാനുള്ള കാരണം അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് തിന്മകളുടെ കാരണം എന്നാണ് ഇമാം അവർകൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ്. വകദാലിക ലം യഖ്ദിറുഹു ഹഖ്ഖ ഖദ്രിഹി മൻ ഖാൽ. ഇതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ അവരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ, വിലവെക്കേണ്ട പോലെ വിലവെക്കാത്തവരാണ്. ഇത് അശ്അരികളിൽപ്പെട്ട അള്ളാഹുവിന്റെ സുഫാത്തുകളെ തള്ളിപ്പറയുന്ന, അതിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വേറെ പലതുമായി വ്യാഖ്യാനിക്കുന്ന അശ്അരി ചിന്താഗതിക്കാരെയും അതുപോലുള്ള ആളുകൾക്കും നൽകുന്ന മറുപടിയാണ്. അങ്ങനെയുള്ള ചില ആളുകൾ പറയും, ഇന്നഹു യജൂസു അൻ യുഅദ്ദിബ ഔലിയാഅ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ വലിയകളെ, അവന്റെ കൂട്ടാളികളെ ശിക്ഷിക്കുക എന്നുള്ളത് അവൻ അനുവദനീയമാണ്. വമൻ ലം യഅസിഹി തർഫത ഐൻ. കണ്ണിമ ചിമ്മുന്ന നേരത്തേക്ക് പോലും ഒരു തിന്മയും ചെയ്യാത്ത ആളെയും ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് അനുവദനീയമാണ് എന്നാണ് അവരുടെ വാദം. വയുദ്ഖിലഹും ദാറൽ ജഹീം. കഠിനമായ നരകത്തിന്റെ ശിക്ഷയിൽ അവരെ പ്രവേശിപ്പിക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് എന്നവർ വാദിക്കുന്നു. വയുനഇമ അഅദാഅഹു വമൻ ലം യുഅ്മിൻ ബിഹി തർഫത ഐൻ. അതേപോലെ അള്ളാഹു അവന്റെ ശത്രുക്കൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. കണ്ണിമ ചിമ്മുന്ന നേരത്തേക്ക് പോലും വിശ്വസിക്കാത്ത ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കും. വയുദ്ഖിലഹും ദാറൻ നഈം. അവരെ നിത്യമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിന് അനുവദനീയമായ കാര്യമാണ് എന്നവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കുഫാറുകളെ
അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള അള്ളാഹുവിന് അനുവദനീയമാണ് എന്ന് ഈ കൂട്ടർ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. കാരണം അള്ളാഹുവിന് എല്ലാ രീതിയിലുമുള്ള കഴിവുണ്ട്, അവനെ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന് സാധ്യമാണ് എന്ന് എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ ഹിക്മത്തിനെ, അള്ളാഹു ഏതൊരു പ്രവർത്തി ചെയ്യുന്നുവോ അതിനൊരു ഹിക്മത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യൂ? ഏത് പ്രവർത്തിയും പ്രവർത്തിക്കും. ഈ ലക്ഷ്യത്തെ, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ നിഷേധിക്കുന്ന കൂട്ടരാണിവർ. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുഅ്മിനീങ്ങളെ ശിക്ഷിക്കുക എന്നുള്ള അനുവദനീയമാണ്, കുഫാറുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതും അനുവദനീയമായ കാര്യമാണ്, അത് സാധ്യമായ കാര്യമാണ്. എന്ത് ചെയ്യുന്നു അവർ? വഅന്ന കിലൽ അംറൈനി ബിന്നിസ്ബതി ഇലൈഹി സവാഉൻ, രണ്ടാണ്, ഈ രണ്ട് കാര്യങ്ങളിൽ ഏത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമമാണ്. വഇന്നമൽ ഖബറുൽ മഹദു ജാഅ അൻഹു ബിഖിലാഫി ദാലിക്, എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദലീല് ഇതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അള്ളാഹു മുഅ്മിനീങ്ങളെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, കുഫാറുകളെ നരകത്തിലും പ്രവേശിപ്പിക്കും. അപ്പോ ഇതേ രീതിയിൽ, അതായത് മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, തിന്മ ചെയ്യാത്തവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ തിന്മ ചെയ്തവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് കുഫാറുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിങ്കിൽ നിന്ന് തെളിവ് വന്നിട്ടുണ്ട്. അങ്ങനെ തെളിവ് വന്ന കാരണത്താൽ ഫമനഅനാഹു ലിൽ ഖബർ, ഈ തെളിവുള്ള കാരണത്താൽ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ലാ ലി മുഖാലഫത്തി ഹിക്മതിഹി വഅദലി, അള്ളാഹുവിന്റെ ഹിക്മത്തിനും അദിലിനും വിരുദ്ധമായത് കൊണ്ടല്ല ഞങ്ങൾ ഇതിനെ എന്ത് ചെയ്തത്? ഉൾക്കൊള്ളാത്തത്. അതായത് അള്ളാഹുവിന്റെ ഹിക്മത്തിനെയും അദിലിനെയും ഇവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വലിയ അനുഗ്രഹങ്ങൾ നൽകും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, കുഫാറുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രവൃത്തി എന്തിനോട് യോജിച്ചു വരുന്നതാണ്? അവന്റെ ഹിക്മത്തിനോടും അവന്റെ യുക്തിയോടും അവന്റെ നീതിയോടും യോജിച്ചു വരുന്ന കാര്യമാണ്. പക്ഷെ ഈ കൂട്ടം ആളുകൾ അവന്റെ ഹിക്മത്തിനെയും അദിലിനെയും അവർ അംഗീകരിക്കുന്നില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കും. അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്നുള്ള സുഫത്തിനെ അവരെന്ത് ചെയ്യുന്നു? നിഷേധിച്ചു. എങ്ങനെ സുഫാത്തുകൾ നിഷേധിച്ച് കളയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ അദിലിൽപ്പെട്ടതാണ്, നീതിയിൽപ്പെട്ടതാണ്, അവന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യൂല? അവൻ ശിക്ഷിക്കുകയില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവനെ നിഷേധിക്കുന്ന കുഫാറുകളായ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അവർക്ക് നരകമുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിക്മത്തിലും കൂടി പെട്ടതാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പുറമെ അള്ളാഹുവിന്റെ ഹിക്മത്തിനോട് യോജിച്ചു വരുന്ന കാര്യമാണത്. അപ്പൊ ആ ഹിക്മത്തിലും വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമായ കാര്യമാണ്. പക്ഷെ ഈ കൂട്ടം ആളുകൾ ആ ഹിക്മത്തിന് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അദിലിനെ അവര് ഉൾക്കൊള്ളുകയില്ല. വഖദ് അൻകറ സുബ്ഹാനഹു ഫീ കിതാബിഹി അലാ മൻ ജവ്വസ അലൈഹി ദാലിക ഗായത്തുൽ ഇൻകാർ. ഇങ്ങനെ ഈ പറയുന്ന വാദം പറയുന്ന അള്ളാഹുവിന് എന്ത് ചെയ്യാം? അവന്റെ ഔലിയാക്കളെ ശിക്ഷിക്കൽ അനുവദനീയമാണെന്ന് അനുവദിച്ചിരിക്കുന്ന അത് അനുവദനീയമാണെന്ന് പറയുന്ന ആളുകൾക്ക് അള്ളാഹു അവന്റെ കിതാബിൽ ശക്തമായ മറുപടി നൽകുന്നുണ്ട്. വജഅലൽ ഹുക്മ ബിഹി മിൻ അസ്വഇൽ അഹ്കാം, അവരങ്ങനെ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു വിധി തീർപ്പാണ് എന്നും അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, നാം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല, വമാ ബൈനഹുമ അതിന് ഇടയിലുള്ളവകളെയും ബാത്തില, എങ്ങനെ? ബാത്തിലായിട്ടല്ല, നിരർത്ഥകമായിട്ട് സൃഷ്ടിച്ചതല്ല. പിന്നെ എന്തുണ്ട് അതിന്റെ പിന്നിൽ? അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ എന്തുണ്ട്? നിരർത്ഥകമായി വെറുതെ സൃഷ്ടിച്ചതല്ല, അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. അങ്ങനെയല്ലാതെ ഒരു നിരർത്ഥകമായിട്ട് സൃഷ്ടിച്ചതാണ് എന്നുള്ളത് കുഫാറുകളുടെ ധാരണ മാത്രമാണ്. അവർ അങ്ങനെ ധരിച്ച കാരണത്താൽ അവർക്ക് നരകമുണ്ട്, ശിക്ഷയുണ്ട്, വൈലുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർദ്, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്ത ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരെ പോലെ നാം ആക്കുകയോ, അങ്ങനെ സംഭവിക്കുകയോ? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അല്ലെങ്കിൽ മുത്തഖീങ്ങളായ ആളുകളെ
തെമ്മാടികളായ ആളുകളെ പോലെ നാം ആക്കുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള സൃഷ്ടികളെയും മുഴുവൻ സൃഷ്ടിച്ചതിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഹിക്മത്തുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗം കൂടിയിട്ടാണ് എന്ത്? മുഅ്മിനീങ്ങൾക്ക് ആദരവ് നൽകുക എന്നുള്ളത്, കുഫാറുകൾക്ക് ശിക്ഷ നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗം കൂടിയിട്ടാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. തിന്മകൾ ചെയ്യുന്ന ആളുകൾ ധരിച്ചിട്ടുണ്ടോ, അവർ ധരിക്കുകയാണോ, നാം വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകളും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്ത ആളുകളെ അവരെ പോലെയാക്കും എന്നവർ വിചാരിക്കുകയാണോ? സവാഅം മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവുമെല്ലാം ഒരേപോലെയായിരിക്കും എന്നവർ കരുതുകയാണോ? സാഅമാ യഹ്കുമൂൻ, അങ്ങനെ അവർ കരുതുന്നുണ്ട് എങ്കിൽ അവരുടെ ആ വിധി തീർപ്പ് എത്ര മോശപ്പെട്ട വിധി തീർപ്പാണ്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സത്യമായിട്ട്, ഒരു ഹക്കായിട്ട്, ബാത്തുലായിട്ടല്ല, ഒരു ഹക്കിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയിട്ടാണ്. വഹും ലാ യുദ്ലമൂൻ, അവരെന്ത് ചെയ്യപ്പെടുകയുമില്ല, അക്രമം ചെയ്യപ്പെടുകയുമില്ല. അപ്പോ അത് അള്ളാഹു നീതിമാനാണ്. അവന്റെ നീതിയുടെ ഭാഗം കൂടിയിട്ടാണ് എന്ത്? കുഫാറുകളെയും മുഅ്മിനീങ്ങളെയും ഒരേപോലെയാക്കുകയില്ല എന്നുള്ളത് കേവലം അള്ളാഹു ഒരു ഖബർ അറിയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ, അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗം കൂടിയാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിമീങ്ങളെയും മുജ്രിമീങ്ങളെയും നാം ഒരേപോലെയാക്കുമെന്നാണോ? മാലക്കും കൈഫ തഹ്കുമൂൻ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എങ്ങനെയാണ് നിങ്ങൾ വിധി തീർപ്പ് നടത്തുന്നത് ഇങ്ങനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഹിക്മത്തിനെയും അവന്റെ അദിലിനെയും എല്ലാം തള്ളിക്കളയുന്ന അശ്അരി വിഭാഗത്തിൽപ്പെട്ട അവരെ പോലുള്ളതായ ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ച്, അദിലിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അഹ്ലുസുന്നയുടെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള കാരണം. വീണ്ടും ഷെയ്ഖ് അവറുകൾ പറയുന്നു, വകദാലിക ലം യഖ്ദുറുഹു ഹഖ്ഖ ഖദ്രിഹി മൻ സഅമ അന്നഹു ലാ യുഹ്യിൽ മൗതാ വലാ യബ്അഥു മൻ ഫിൽ ഖുബൂർ. ഇതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ അവരും അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തവരാണ്. അവർ വാദിക്കുന്നത് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയില്ല, അതേപോലെ ഖബറടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. വലാ യജ്മഉ ഖൽഖഹു ലിയൗമിൻ, അവന്റെ സൃഷ്ടികളെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുകയില്ല. യുജാസി ഫീഹിൽ മുഹ്സിന ബിഇഹ്സാനി, ആ ദിവസത്തിൽ നന്മ ചെയ്ത ആളുകൾക്ക് അവരുടെ നന്മക്കനുസൃതമായി അവൻ പ്രതിഫലം നൽകുകയും, വൽ മുസീഅ ബിഇസാഅതി, തിന്മ ചെയ്തവർക്ക് അവരുടെ തിന്മക്ക് അധിഷ്ഠിതമായി ശിക്ഷ നൽകുകയും ചെയ്യുക എന്നുള്ളത് സംഭവിക്കുകയില്ല. വയഖുദു ലിൽ മദ്ലൂമി, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ എന്ത് ചെയ്യും? അക്രമിയായ ആളുകൾക്ക് യഖുദു ഹഖ്ഖഹു മിൻ ളാലിമി, അക്രമിക്കപ്പെട്ടവർക്ക് അക്രമിയിൽ നിന്ന് എന്ത് ചെയ്യും? അക്രമിക്കപ്പെട്ടവരുടെ അവകാശം നേടിക്കൊടുക്കും. വയുക്രിമുൽ മുതഹമ്മിലീനൽ മുശാഖ ഫീ ഹാദിഹി ദാർ മിൻ അജ്ലിഹി, അല്ലാഹുവിന് വേണ്ടി വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചതായ ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? ആദരിക്കും. വഫീ മർദാതിഹി ബിഅഫ്ളി കറാമതി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ കാരണത്തിന് വേണ്ടി വലിയ പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ നേരിടേണ്ടി വന്ന, സഹിക്കേണ്ടി വന്ന ആളുകൾക്ക് ബിഅഫ്ളി കറാമതി, ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അള്ളാഹു അവരെന്ത് ചെയ്യും? ആദരിക്കുക തന്നെ ചെയ്യും. വയുബയ്യിനു ലിഖൽഖിഹി അല്ലദീ യഖ്തലിഫൂന ഫീ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ ഭിന്നിച്ചിരിക്കുന്നതായ ആളുകൾക്ക് അവൻ കാര്യങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കുന്നു, വിശദീകരിച്ചു കൊടുക്കുന്നു. വയഅലമുൽ ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, കുഫാറുകളായ ആളുകൾ അവർ കളവ് പറയുന്നവരാണെന്ന് അള്ളാഹു യഥാവിധം അറിയുന്നു. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച്, ശക്തിയെ സംബന്ധിച്ച്, കുദറത്തിനെ സംബന്ധിച്ച്, അള്ളാഹു വീണ്ടും മരിച്ചവരെ ജീവിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് ജസാ നൽകും, പ്രതിഫലം നൽകും, ശിക്ഷ നൽകും, ഇതിനെയെല്ലാം നിഷേധിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തവരാണ്, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരാണ്.
അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവരാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ വെറുതെ സൃഷ്ടിച്ചതല്ല, അതിന്റെ പിന്നിൽ എന്തുണ്ട്? വ്യക്തമായ ഹിക്മത്തുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവരാണ് ഈ പറയുന്ന ആളുകൾ. ഏതൊരു മനുഷ്യൻ ഒരു നന്മ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ എന്ത് ചെയ്യൂല? പഴക്കിക്കളയുകയില്ല. ഏതൊരുവൻ തിന്മ ചെയ്തുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതായ പ്രത്യാഘാതവും അവൻ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനെയും അതല്ലെങ്കിൽ പുനരുദ്ധാരണത്തെയും മരണത്തിന് ശേഷമുള്ളതായ ജീവിതത്തെയും എല്ലാം നിഷേധിച്ചു കളയുന്നത്. വീണ്ടും ശൈഖ് അവറുകൾ പറയുന്നു, വകദാലിക ലം യഖ്ദുറുഹു ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം മനസ്സിലാക്കാത്തവരാണ് മൻ ഒരു വിഭാഗം ആളുകൾ. ഹാന അലൈഹി അംറുഹു, അള്ളാഹുവിന്റെ കൽപ്പന അവരുടെ മേൽ അവർ എന്ത് ചെയ്യുന്നു? നിസ്സാരമായി കാണുന്നു. അങ്ങനെ ഫഅസ, അള്ളാഹു എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതിന് വിപരീതം കാണിക്കും. ഇത് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരുടെ പ്രശ്നമാണ്. യഥാവിധം മനസ്സിലാക്കുന്നില്ല അവർ. വനഹിയുഹു ഫർതകബ, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ അവരുടെ അടുക്കൽ നിസ്സാരമാണ്. അങ്ങനെ എന്ത് ചെയ്യും? അള്ളാഹു ഒരു കാര്യം നിരോധിച്ചാൽ അവരതിന് പ്രവർത്തിക്കുന്നു. വഹഖുഹു ഫളയ്യ, അള്ളാഹുവിന്റെ അവകാശങ്ങൾ അവർക്കൊരു വിലയുമില്ല, അവരതിനെ നിന്ദ്യമായി കാണുന്നു, നിസ്സാരമായി കാണുന്നു. അങ്ങനെ ആ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പാഴാക്കുന്നു, അതിനവർ വിലവെക്കുന്നില്ല. വദിക്റുഹു ഫഅഹ്മല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർ നിസ്സാരമായി കാണുന്നു, അങ്ങനെ അവനെ അവഗണിക്കുന്നു. വഗഫല ഖൽബുഹു അൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ ഹൃദയം അശ്രദ്ധമായിരിക്കുന്നു. വകാന ഹവാഹു ആഥറ ഇൻദഹു മിൻ ത്വലബി റിദാ, അള്ളാഹുവിന്റെ തൃപ്തിയെ തേടുന്നതിനേക്കാൾ അവരുടെ അടുക്കൽ പ്രാമുഖ്യമുള്ളത് എന്താണ്? അവരുടെ ഹവക്കാണ്, അവരുടെ മനസ്സിന്റെ ഇച്ഛകൾക്കാണ്, സ്വേച്ഛകൾക്കാണ്. വതാഅത്തുൽ മഖ്ലൂഖി അഹമ്മ മിൻ ത്വാഅതി, മഖ്ലൂഖീങ്ങളെ, സൃഷ്ടികളെ അനുസരിക്കലാണ് അള്ളാഹുവിനെ അനുസരിക്കണേക്കാൾ അവർക്ക് പ്രാധാന്യം. ഫലില്ലാഹിൽ ഫദ്ലതു മിൻ ഖൽബിഹി വഖൗലിഹി വഅമലിഹി, അള്ളാഹുവിന് എന്താണ് അവർ കൊടുക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ പ്രവർത്തികളിൽ നിന്ന് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ മാത്രം. ഒരു വിലയുമില്ലാത്ത അവരുടെ മനസ്സിൽ നിന്ന് ഏതെങ്കിലും അതിന്റെ മനസ്സിന്റെ പ്രധാനപ്പെട്ട ചിന്തകൾ അതാക്കുകയില്ല. അവരുടെ ഹൃദയം അല്ലെങ്കിൽ വാക്കുകൾ, പ്രവർത്തികൾ, അതിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ മാത്രം, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിന് അവർ കൊടുക്കുകയുള്ളൂ. വഹവാഹുൽ മുഖദ്ദമു ഫി ദാലിക്, അതിൽ മികച്ചു നിൽക്കുന്ന അവരുടെ ഹവയായിരിക്കും. അവരുടെ ഹൃദയത്തിന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലുമെല്ലാം മുഴച്ചു നിൽക്കുന്നത് തന്നെയായിരിക്കും അവരുടെ ഇച്ഛകളായിരിക്കും. ലിഅന്നഹുൽ മുഹിമ്മു ഇൻദ, കാരണം അതാണ് അവരുടെ അടുക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. യസ്തഖിഫു ബിനവരില്ലാഹി ഇലൈഹി, അല്ലാഹു അവനിലേക്ക് നോക്കുന്നുണ്ട്. വത്തിലാഇഹി അലൈഹി ബികുല്ലി ഖൽബിഹി വജവാരിഹി, അല്ലാഹു അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അവന്റെ നോട്ടം അവനിലേക്ക് വായിക്കും. ഇത് അവരെന്ത് ചെയ്യുന്നില്ല? വിലവെക്കുന്നില്ല. വയസ്തഹയി മിനന്നാസ് വലാ യസ്തഹയി മിനല്ലാഹ്, ജനങ്ങൾ കാണുന്നതിനെ തൊട്ട് അവർ ലജ്ജിക്കുന്നു. അവർ തിന്മകൾ ചെയ്യുമ്പോൾ ജനങ്ങൾ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു കാണുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ലജ്ജയുമില്ല. വയഖ്ഷന്നാസ് വലാ യഖ്ഷല്ലാഹ്, അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ കാണുമോ എന്ന് പേടിയുണ്ട് അവർക്ക്, സൃഷ്ടികൾ കാണുമോ എന്നുള്ളതിനെ അവർ പേടിക്കുന്നു. പക്ഷേ അള്ളാഹു കാണും എന്നുള്ള ബോധം അവർക്കില്ല. വയുആമിലുൽ ഖൽഖ ബിഅഫ്ളി മാ യഖ്ദിറു അലൈഹി, സൃഷ്ടികളോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത്? അവരുടെ കഴിവിന്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? സൃഷ്ടികളോട് അവർ പെരുമാറുന്നു. ഏറ്റവും നല്ല ഇടപാടുകൾ സൃഷ്ടികളുമായിട്ട് അവർ നടത്തുന്നു. എന്നാൽ വഇൻ ആമലല്ലാഹ ആമലഹു ബിഅഹ്വനി മാ ഇൻദഹു വഅഹ്കരി ബിഹി, അവർ അള്ളാഹുവിനോട് ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയാൽ, നമസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, അള്ളാഹുമായിട്ട് ഏതെങ്കിലും ഇടപാടുകൾ നടത്തുകയാണെങ്കിലോ ആമലഹു ബിഅഹ്വനി മാ ഇൻദഹു വഅഹ്കരി, അവരുടെ അടുക്കലുള്ള ഏറ്റവും മോശമായ, നിസ്സാരമായ അവസ്ഥയിൽ, ഏറ്റവും അഹ്കറായ, നീചമായ അവസ്ഥയിലാണ് അവരെന്ത് ചെയ്യുന്നത്?
അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ. നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരു ശ്രദ്ധയുമില്ല. ഏതെങ്കിലും സൃഷ്ടികളിൽ പ്രധാനപ്പെട്ട ഒരാളുടെ മുന്നിൽ അവരെന്ത് ചെയ്യുന്നു? എന്തെങ്കിലും പണിയെടുക്കുന്നു. വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടെ, ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ, അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ എന്തെങ്കിലും, അള്ളാഹുവിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യുകയാണ്, ഒരു രീതിയിൽ അവരെന്ത് ചെയ്യില്ല, വിലവെക്കില്ല. ഏറ്റവും മോശപ്പെട്ട ഹൃദയവുമായി, ഒരു രീതിയിലും അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമില്ലാതെ വളരെ മോശപ്പെട്ട നിലയിൽ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നു. മനുഷ്യരിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്താൽ അതിനെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട്, വളരെയധികം പരിശ്രമിച്ചുകൊണ്ട്, നല്ല ഗുണകാംക്ഷയോടെ അവൻ അത് എന്ത് ചെയ്യും? നിർവഹിക്കും. മനുഷ്യരിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവനത് ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവന്റെ ഹൃദയവും അവന്റെ അവയവങ്ങളുമെല്ലാം ഒഴിഞ്ഞു വെക്കും. ഏറ്റവും സമ്പൂർണമായിട്ട് അവൻ അതെന്ത് ചെയ്യും? ചെയ്യാൻ ശ്രമിക്കും. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ധാരാളമായ നിലയിൽ അതിന്റെ നന്മകൾക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഹക്കിനെ അവൻ സമർപ്പിക്കുമ്പോൾ, ഖദർ അങ്ങനെ സഹായിച്ചിട്ടെങ്കിൽ, ഖദറിൽ തീരുമാനിക്കപ്പെട്ട പ്രകാരം ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുമായിട്ട് അവൻ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോടുള്ള ഒരു ഹക്ക് അവൻ വീട്ടുകയാണ് എങ്കിൽ ഖാമ ഖിയാമൻ, അവൻ അതിനെ നിലനിർത്തുന്നത്, വീട്ടുന്നത് എപ്രകാരമാണ്? ലാ യർദാഹു മഖ്ലൂഖും മിൻ മഖ്ലൂഖിൻ മിസ്ലി, അവനെ പോലുള്ള ഒരു മഖ്ലൂഖും ആ പ്രവൃത്തിയെ സ്വീകരിക്കുകയില്ല, തൃപ്തിപ്പെടുകയില്ല. ആ അവസ്ഥയിലാണ് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യനോട് അങ്ങനെ ചെയ്താൽ പോലും ആ മനുഷ്യനെന്ത് ചെയ്യൂല? അതിന് സ്വീകരിക്കുകയില്ല. അത്ര പോലും വിലയില്ലാതെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ, അള്ളാഹുമായിട്ടുള്ള അവന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ അവസ്ഥ, ഒരു മനുഷ്യനാണ് അത് സമർപ്പിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ പോലും എന്ത് ചെയ്യൂല? അതിന് സ്വീകരിക്കുകയില്ല. അത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോടുള്ള പണികൾ ചെയ്യുന്നത്. അള്ളാഹുവിന് വേണ്ടി അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? സമ്പത്ത് ചെലവഴിക്കും. എങ്ങനെ? ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അതുപോലുള്ളതായ ഒരു സമ്പത്ത് കൊടുക്കാൻ അവൻ എന്ത് ചെയ്യും? നാണിക്കും, ലജ്ജിക്കും. അത്രയും ചെറിയ തുക, വലിയ ധനാഢ്യനായിരിക്കും, സാമ്പത്തിക ശേഷിയുള്ളവനായിരിക്കും. അവൻ ഒരു തുക വേറൊരാൾക്ക് കൊടുക്കാൻ, ഒരു മനുഷ്യന് കൊടുക്കാൻ ലജ്ജിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവൻ എന്തെങ്കിലും കൊടുക്കുമ്പോ അത്ര നിസ്സാരമായതേ കൊടുക്കുകയുള്ളൂ. ഒരു മനുഷ്യന് വരെയും അങ്ങനെ കൊടുക്കാൻ ലജ്ജ തോന്നുന്നതായ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ എന്ത് ചെയ്യുള്ളൂ? ചിലവഴിക്കുകയുള്ളൂ. ഈ ഗുണമുള്ള ഒരാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വില കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ഇവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട വില കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവനെയാണ് ഞാൻ ഭയപ്പെടേണ്ടത്, അവനെയാണ് ഞാൻ പേടിക്കേണ്ടത്. അവൻ കാണുമോ എന്നാണ് ഞാൻ ലജ്ജിക്കേണ്ടത്, നാണിക്കേണ്ടത്. മനുഷ്യർ കാണും എന്നതിനേക്കാൾ അപ്പുറം, മാതാപിതാക്കൾ അറിയും എന്നതിനേക്കാൾ അപ്പുറം, കൂട്ടുകാരറിയും എന്നതിനേക്കാൾ അപ്പുറം, അധ്യാപകരറിയും എന്നുള്ളതിനേക്കാൾ അപ്പുറം, അയൽവാസികൾ കാണും എന്നുള്ളതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അവൻ പേടിക്കേണ്ടിയിരുന്നത്, ലജ്ജിക്കേണ്ടിയിരുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവനെല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്. അവൻ നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം നൽകും, തിന്മ ചെയ്താൽ അതിന് ശിക്ഷ നൽകും എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇവന്റെ പ്രവർത്തികൾ ഇങ്ങനെയാകുമായിരുന്നില്ല. അവൻ മനുഷ്യരുമായിട്ട് എങ്ങനെയാണോ ഇടപഴകുന്നത് അതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ത്? അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ അദ്കാറുകൾ, അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ ഏത് ഇടപാടുകളും അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏറ്റവും നല്ല രീതിയിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഷേഖ് അവറുകൾ ചോദിക്കുകയാണ്, വഹൽ ഖദറഹു ഹഖ്ഖ ഖദ്രിഹി മൻ ശാറക ബൈനഹു വബൈന അദുവിഹി ഫീ മഹ്ദ് ഹഖ്ഖിഹി മിനൽ ഇജ്ലാലി വത്തഅദീമി വത്താഅതി വദ്ദുല്ലി വൽഖുദൂഇ വൽഖൗഫി വറജാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷേഖ് അവറുകൾ ചോദിക്കുകയാണ്.
വഹൽ ഖദറഹു ഹഖ്ഖ ഖദരി മൻ, ഒരാൾ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തവനാണോ, അള്ളാഹുവിന് കൊടുക്കേണ്ട വില കൊടുത്തവനാണോ? ആരാണവൻ? ശാറക ബൈനഹു വബൈന അദുവി, അവൻ എന്താണ് ചെയ്തത്? അള്ളാഹുവിന്റെയും അവന്റെ ശത്രുവിന്റെയും ഇടയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അള്ളാഹുവിന് പങ്കു ചേർത്തിരിക്കുകയാണ്. അള്ളാഹുവിനെ അവന്റെ ശത്രുവിനോട് എന്ത് ചെയ്തിരിക്കുകയാണ്? പങ്കു ചേർത്തിരിക്കുകയാണ്. ഏത് കാര്യത്തിൽ? ഫീ മഹദി ഹഖ്ഖിഹി, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട അവകാശത്തില്, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട അവന്റെ ഹക്കിൽ, അവന്റെ ഹക്ക് അവൻ ആർക്ക് കൊടുത്തിരിക്കുന്നു? അള്ളാഹുവിന്റെ ശത്രുവിനും കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശത്രുവിനെ അള്ളാഹുവിനോട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സമമാക്കിയിരിക്കുന്നു. ഏതെല്ലാം കാര്യത്തിൽ? മിനൽ ഇജ്ലാലി വത്തഅദീം, ബഹുമാനിക്കുന്ന കാര്യത്തിൽ, പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ, വത്താഅ അനുസരിക്കുന്ന കാര്യത്തിൽ, വദ്ദുൽ അനുസരണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ, നിന്ദത പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ, വൽ ഖുദൂഇ വൽ ഖൗഫി വർ റജാ, പേടിക്കേണ്ട കാര്യത്തിൽ, പ്രതീക്ഷിക്കേണ്ട കാര്യത്തിൽ, സമർപ്പണം നടത്തുന്ന കാര്യത്തിൽ, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതാണ്. അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്, അവനിൽ നിന്നാണ് പ്രതീക്ഷകൾ ഉണ്ടാകേണ്ടത്, അവന്റെ മുന്നിലാണ് അവൻ താണുകയാണ് അപേക്ഷിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവകളെല്ലാം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതായിരിക്കെ ഇതെല്ലാം അള്ളാഹുവിന്റെ ശത്രുവിനും എന്ത് ചെയ്തിരിക്കുന്നു? വകവച്ചു കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ശത്രുവിനെ ഈ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് എന്ത് ചെയ്തിരിക്കുകയാണ്? പങ്കു ചേർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കണക്കാക്കി എന്ന് പറയുക? അള്ളാഹുവിനെ പേടിക്കേണ്ടതിന് പകരം സൃഷ്ടികളിൽ വേറെ പലതിനെയാണ് പേടിക്കുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് കൊടുക്കേണ്ടതിന് പകരം സൃഷ്ടികളിൽ പലർക്കുമാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടികളിൽ പലർക്കും എന്നല്ല, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള അവന്റെ ശത്രുവിന്. അതാണ് അത്ഭുതം. ഫലൗ ജഅല ലഹു മിൻ അഖറബിൽ ഖൽഖി ഇലൈഹി ശരീകൻ ഫി ദാലിക ലകാന ദാലിക ജറാഅതൻ വതവസ്സുബൻ അലാ മഹദി ഹഖ്ഖി. ഇവൻ ഇങ്ങനെ പങ്കു ചേർത്തത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പക്കാരനായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെയാണ് ഇവൻ ഇങ്ങനെ പങ്കു ചേർത്തതെങ്കിൽ പോലും അത് തന്നെ ഏറ്റവും വലിയ അക്രമമാകുമായിരുന്നു. അള്ളാഹുവിനോട് അവൻ കാണിക്കുന്ന ധൈര്യമാകുമായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ അക്രമമാകും. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരായ ഒരാളെയാണ് ഈ രീതിയിൽ അവൻ പങ്കു ചേർക്കുന്നതെങ്കിൽ പോലും അതെന്താണ്? മോശപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ മേൽ അവൻ എന്തിയിലാണ്? അക്രമം കാണിക്കലാണ്. അവന്റെ മേൽ പാടില്ലാത്ത ധൈര്യം കാണിക്കലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയാണ് ഇങ്ങനെ പങ്കാക്കുന്നതെങ്കിൽ തന്നെ. അപ്പോ പിന്നെ വസ്തിഹാനത്തൻ ബിഹി വതശ്രീകൻ ബൈനഹു വബൈന ഗൈരിഹി, അപ്പോ അത് അവനെ നിന്ദിക്കലും അവനെ നിസ്സാരപ്പെടുത്തലുമാണ്. എന്ത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയാണ് ഈ രീതിയിൽ പങ്കു ചേർക്കുന്നത് എങ്കിൽ വലാ യംബഗി വലാ യസ്ലുഹു ഇല്ലാ ലഹു സുബ്ഹാനഹു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. ത്വാഅത്ത്, അതേപോലെ തന്നെ അവന്റെ മുന്നിൽ പേടിയും പ്രതീക്ഷയും എല്ലാം വെച്ച് പുലർത്തുക എന്നുള്ളത്. അപ്പൊ ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അള്ളാഹുവിന് ഏറ്റവും അടുത്ത ഒരാൾക്ക് വരെയും കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഫകൈഫ വഇന്നമാ ശറക ബൈനഹു വബൈന ഗൈരിഹി അബ്ഗദൽ ഖൽഖി ഇലൈഹി, അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള, വഅഹ്വനഹും അലൈഹി, അവന്റെ അടുക്കൽ ഏറ്റവും നിസ്സാരനായ, വഅംഖതഹും ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശിക്ഷക്കർഹനായ ഒരുവന് ഈ പറയുന്ന അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് സമർപ്പിച്ചു കൊടുത്താൽ എന്താണ് അവന്റെ അവസ്ഥ? ആരാണത്? വഹുവ അദുവുഹു അലൽ ഹഖീഖ, യഥാർത്ഥത്തിൽ എന്താണ്? അവൻ അള്ളാഹുവിന്റെ ശത്രുവും കൂടിയാണ്. അതായത് ഫഇന്നഹു മാ ഉബിദ മിൻ ദൂനില്ലാഹി ഇല്ല ശൈത്താൻ, അതാണ് ശൈഖ് അവர்கள் പറയുന്നത്. അള്ളാഹുവിന് പുറമെ ഏതൊരുവൻ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, യഥാർത്ഥത്തിൽ ആർക്കാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്? ശൈത്താനിനാണ് ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഏതൊരു കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ യഥാർത്ഥത്തിൽ ഇവനത് കൊടുക്കുന്നത് ആർക്കാണ്? ശൈത്താനാണ് കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ ശൈത്താനിനോട് എന്ത് ചെയ്തിരിക്കുന്നു? പങ്കു ചേർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരു മലായിക്കത്തിനെ വരെ എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പറ്റൂല.
എന്നിരിക്കെ അത് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, കഠിനമായ പാപമാണ്. അപ്പൊ പിന്നെ ഈ ഷൈത്വാനിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്നുള്ളത് എത്ര ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ലയോ മനുഷ്യ മക്കളെ, നാം നിങ്ങളോട് കരാറ് ചെയ്തിരുന്നില്ലേ, അല്ലാ തഅബുദു ഷൈത്വാൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷൈത്വാനിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് നാം നിങ്ങളോട് കരാറ് ചെയ്തിരുന്നില്ലേ. വഅനിഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ, അതാണ് ശരിയായ വഴി എന്ന് കരാറ് ചെയ്തിരുന്നതല്ലേ എന്നെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതായത് വലമ്മാ അബദൽ മുശ്രികൂനൽ മലായിക, മുശ്രിക്കീങ്ങൾ മലായികത്തിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ ഇബാദത്ത് ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ പുറമെ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളെയാണ്. മലായികത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവര് ജിന്നുകളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്പിയാക്കളോടും സ്വാലിഹീങ്ങളോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവർ മലായികത്തിനോട് ഇബാദത്ത് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ വാദം? ബിസഅമിഹിം വഖഅത് ഇബാദത്തുഹും ഫീ നഫ്സിൽ അംരി ലിശൈത്വാൻ, അവരുടെ വാദപ്രകാരം അവർ മലായികത്തിനാണ് ഇബാദത്ത്, മലായികത്തിനോടാണ് സഹായങ്ങൾ ചോദിക്കുന്നത്, മലായികത്ത് അള്ളാഹുവിലേക്ക് അവർ അടുപ്പിക്കുമെന്നുള്ളതാണ് അവരുടെ വാദം. ഇങ്ങനെ അവരുടെ വാദപ്രകാരം അവർ മലായികത്തിന് ഇബാദത്ത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഇബാദത്ത് സംഭവിക്കുന്നത് ആർക്കാണ്? ഫീ നഫ്സ് ശൈത്വാൻമാർക്കാണ്. വഖഅത് ഇബാദത്തുഹും ഫീ നഫ്സിൽ അംരി ലിശയാത്തീൻ, യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ സംഭവിക്കുന്ന ആർക്കാണ്? ശൈത്വാനിനാണ്. വഹും യظنون അന്നഹും യഅബുദൂന അൽ-മലക്, അവർ കരുതുന്നത് അവർ ചെയ്യുന്ന ഇബാദത്തുകൾ ആർക്കാണ്? മലായികത്തിനാണ്. യഥാർത്ഥത്തിൽ അവർ ഇബാദത്ത് ചെയ്യുന്നത് ആരെയാണ്? ശൈത്വാൻമാരെയാണ്. എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ യഹ്ശുറുഹും ജമീഅൻ, അവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതായ ദിവസം. ثم يقول للملائكة, അങ്ങനെ അല്ലാഹു മലായികത്തിനോട് ചോദിക്കും, അഹാഉലാഇ ഇയ്യാകും കാനൂ യഅബുദൂൻ, ഈ ആളുകൾ അവർ നിങ്ങൾക്കല്ലേ ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് അല്ലാഹു മലായികത്തിനോട് ചോദിക്കും. മലായികത്ത് പറയും, ഖാലു സുബ്ഹാനക, അവർ പറയും, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, സുബ്ഹാനക അൻത വലിയുന, നീയാണ് ഞങ്ങളുടെ വലിയ, ഞങ്ങളുടെ രക്ഷിതാവ്, അൻത വലിയുന മിൻ ദൂനിഹിം, അവരെ കൂടാതെ നീയാണ് ഞങ്ങളുടെ വലിയ, ബൽ കാനൂ യഅബുദൂനൽ ജിൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഇബാദത്ത് ചെയ്ത ആർക്കാണ്? ശൈത്വാൻമാർക്കാണ്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ അധികവും ഈ ശൈത്വാൻമാരെയാണ് വിശ്വസിച്ചിരുന്നത്. അതായത് ഫശൈത്വാനു യദ്ഉ അൽ മുശ്രിക ഇലാ ഇബാദത്തി, ശൈത്വാനാണ് എന്ത് ചെയ്തിരുന്നത്? മുശ്രിക്കീങ്ങളെ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്. വയൂഹിമുഹും അന്നഹു മലക്, അവര് തോന്നിപ്പിച്ചു ഇതെന്താണ്? മലക്കാണെന്ന്. അതായത് ശൈത്വാൻ അവരെന്ത് ചെയ്തു? വന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. ആരാണെന്നുള്ള നിലയിൽ? മലക്കാണെന്നുള്ള നിലയിൽ അവരെന്ത് ചെയ്തു? മലക്കാണെന്ന് കരുതിയിട്ട് ശൈത്വാനിന് എന്ത് ചെയ്തു? ഇബാദത്ത് ചെയ്തു. ഈ രീതിയിൽ അള്ളാഹുവിന് പുറമെ ആർക്ക് ഇബാദത്ത് കൊടുത്താലും അതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരുടെ മേലാണ്? ശൈത്വാനിന്റെ മേലാണ്. വകദാലിക ഉബ്ബാദു ശംസ്, ഇതേപോലെ തന്നെയാണ് സൂര്യനെ ഇബാദത്ത് ചെയ്യുന്നവർ, വൽ ഖമരി വൽ കവാകിബ്, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇബാദത്ത് ചെയ്യുന്നവർ. യസ്ഉമൂന അന്നഹും യഅബുദൂന റൗഹാനിയാതി ഹാദിഹിൽ കവാകിബ്, അവർ വാദിക്കുന്നത് ഈ കൗകബുകളുടെ, നക്ഷത്രങ്ങളുടെ അതിന്റെ ആത്മാവിനോടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. വഹിയല്ലത്തി തുഖാതിബുഹും, ഇവകൾ എന്ത് ചെയ്യുന്നു? ഇവരോട് സംസാരിക്കുന്നു. വതഖദി ലഹുൽ ഹവായിജ്, അപ്പോ സൂര്യനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ അവർ കരുതുന്നത് ശൈത്വാൻ എന്ത് ചെയ്യും? ഇവരോട് പല ശബ്ദങ്ങളിൽ സംസാരിക്കും. പലപ്പോഴും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ വരെയും അങ്ങനെ പറയലുണ്ട്. വിഗ്രഹം എന്ത് ചെയ്യുന്നു? ഇവരോട് സംസാരിക്കുന്ന ചില ശബ്ദങ്ങൾ ചിലപ്പോൾ കേട്ടേക്കും, അല്ലെങ്കിൽ അതിന്റെ ചില അനക്കങ്ങളെല്ലാം ഇവർക്ക് തോന്നിയേക്കും. ശൈത്വാനിന്റെ ചില വസ്വാസുകളാണത്. വതഖദി ലഹുൽ ഹവായിജ്, അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ അത് മുഖേന വീട്ടപ്പെടുന്നുണ്ടാകും. വലിഹാദാ ഇദാ ത്വലഅത്തി ശംസു ഖാറനഹ ശൈത്വാൻ, സൂര്യൻ ഉദിക്കുമ്പോൾ എന്ത് ചെയ്യും? ശൈത്വാൻ അതിനോട് ചേർന്നുകൊണ്ട് അവിടെ വന്ന് നിൽക്കും. ഫയസ്ജുദു ലഹ അൽ കുഫാർ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ശൈത്വാനിന് കുഫാറുകൾ സുജൂദ് ചെയ്യും.
ഫയഖഉ സുജൂദുഹും ലഹു വകദാലിക ഇൻദ ഖുറൂബിഹാ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ സുജൂദ് ചെയ്യുന്ന ആർക്കായിരിക്കും? ശൈത്വാനിനായിരിക്കും. ഇതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും. വകദാലിക മൻ അബദൽ മസീഹ വ ഉമ്മ. ഇതേപോലെ തന്നെയാണ് ഈസാ അലൈഹിസ്സലാമിനെയും ഈസാ അലൈഹിസ്സലാമിന്റെ മാതാവിനെയും ഇബാദത്ത് ചെയ്യുന്നവർ. ലം യഅബുദുഹുമാ വ ഇന്നമാ അബദ ശൈത്വാൻ. യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാമിനെയും ഈസാ നബിയുടെ മാതാവിനെയും അവർ ഇബാദത്ത് ചെയ്തിട്ടില്ല. അവർ ഇരുവരും അത് തൃപ്തിപ്പെടുകയുമില്ല. യഥാർത്ഥത്തിൽ അവർ ഇബാദത്ത് ചെയ്യുന്നത് ആർക്കാണ്? ശൈത്വാനിനാണ്. ഫഇന്നഹു യസ്ഉമു അന്നഹു യഅബുദു മൻ അമറഹു ബിഇബാദതി വഇബാദതി ഉമ്മി. അവരുടെ വാദം ഈസാ അലൈഹിസ്സലാമാണ് തനിക്കും തന്റെ പിതാവിനും ഇബാദത്ത് ചെയ്യാൻ അവരോട് കൽപ്പിച്ചത് എന്നാണ് അവർ വാദിക്കുന്നത്. വറദിയഹ ലഹും വഅമറഹും ബിഹാ. ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്തതാണ് ആ ഇബാദത്ത്, അതേപോലെ അവരോട് കൽപ്പിച്ചതാണെന്നാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ലഅനത്തിനിരയായ ശൈത്വാനാണ് അവരോട് എന്ത് ചെയ്തത്? ഇത് കൽപ്പിച്ചത്. ലാ അബ്ദുല്ലാഹി വറസൂൽ. അള്ളാഹുവിന്റെ അടിമയായ അള്ളാഹുവിന്റെ റസൂലായ ഈസാ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടില്ല? അവരോട് അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. ശൈത്വാൻ അവരങ്ങനെ എന്ത് ചെയ്തു? ദുർബോധനം നടത്തി. അവർ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെ ആർക്കാണ്? ശൈത്വാനിനാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യുന്നത്. ഫനസ്സിൽ ഹാദാ കുല്ലഹു അലാ ഖൗലിഹി തആല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നേരത്തെ പറഞ്ഞ വാക്യവുമായിട്ട് ചേർത്ത് നോക്ക്. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം. അല്ലയോ മനുഷ്യ മക്കളെ, നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നതല്ലേ, അല്ലാ തഅബുദു ശൈത്വാൻ. ശൈത്വാനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോ അള്ളാഹുവിന് പുറമെ ഇവർ ആർക്കെല്ലാം ഇബാദത്ത് ചെയ്താലും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആർക്കാണ്? ശൈത്വാനിനാണ് ഇബാദത്ത് ചെയ്യുന്നത്. ശൈത്വാനിനെയാണ് അവർ അള്ളാഹുവിന് സമമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ. ഫമാ അബദ അഹദും മിൻ ബനി ആദം. മനുഷ്യ മക്കളിൽ നിന്ന് ആരും തന്നെ ഒരു ഇബാദത്തും ചെയ്യുന്നില്ല. ഗൈറല്ലാഹി. അള്ളാഹുവിന് പുറമെ ആർക്കും തന്നെ. കായിനൻ കാന. അത് ആര് തന്നെയാകട്ടെ, മലക്കുകളോ ജിന്നുകളോ അമ്പിയാക്കളോ ഔലിയാക്കളോ ആര് തന്നെയാകട്ടെ, ഇല്ലാ വഖഅത് ഇബാദത്തുഹു ലിശൈത്വാൻ. അവന്റെ ഇബാദത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആർക്ക് മാത്രമാണ്? ശൈത്വാനിന് മാത്രമാണ്. ഫയസ്തമിഉൽ ആബിദു ബിൽ മഅബൂദ് ഫി ഹുസൂലി ഗറദി. ഇവിടെ ഇബാദത്ത് ചെയ്യുന്നവന് സുഖമുണ്ട്. എന്താണത്? അവൻ ഈ മഅബൂദിനെ കൊണ്ട്, ഇബാദത്ത് ചെയ്യപ്പെടുന്നവനെ കൊണ്ട് അവൻ സുഖമെടുക്കുകയാണ്. അവന്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സാധിച്ചു കിട്ടുന്നു. ചിലപ്പോൾ വിഗ്രഹങ്ങൾക്കായിരിക്കും ഇബാദത്ത് ചെയ്യണത്, ചിലപ്പോൾ ഏതെങ്കിലും ഷെയ്ഖിനെ ആയിരിക്കും വിളിക്കുന്നത്, ഏതെങ്കിലും വലിയനെ ആയിരിക്കും വിളിക്കുന്നത്. കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ നടത്തുന്നവൻ ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സൃഷ്ടിയുടെയും കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ അള്ളാഹു ഏറ്റെടുത്താണ്. കാര്യങ്ങൾ എന്ത് ചെയ്യും? അവന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ഇവൻ ഏത് ഇബാദത്ത് ചെയ്താലും മനുഷ്യരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധിച്ചു കിട്ടും. ഇത് അവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മുതലെടുക്കുകയാണ്. അത് ഇവർ ഈ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള ധാരണയിൽ അവരെന്ത് ചെയ്യുന്നു? അതിലിങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഈ ശൈത്വാനാകട്ടെ, ഈ അടിമകൾ, ഈ മനുഷ്യർ അവനെ തഅളീം ചെയ്യുന്നതിനാൽ അതിന്റെ സുഖം അവരും എടുക്കുന്നു. അള്ളാഹുവിനോട് കൂടെ ഇവരെ പങ്കുചേർത്തതിലുള്ളതായ സുഖവും എന്ത് ചെയ്യുന്നു? ശൈത്താൻ അനുഭവിക്കുന്നു. അല്ലദീ ഹുവ ഗായത്തു റിദാ ശൈത്താൻ. ഇതാണ് ശൈത്താനിന്റെ അങ്ങേയറ്റത്തെ അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വയൗമ യഹ്ശുറുഹും ജമീഅൻ. അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്തർതും മിനൽ ഇൻസ്. അള്ളാഹു ശൈത്താന്മാരോട് ചോദിക്കും, നിങ്ങൾ ധാരാളമായി കൊണ്ട്, ഐ മിൻ ഇഗ്വാഇഹിം ഇദ്റാലിഹിം, നിങ്ങൾ അധികമായി കൊണ്ട് മനുഷ്യന്മാരെ പിഴപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്തുവല്ലോ എന്ന് ചോദിക്കും. അപ്പോ പറയും, വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരുടെ മനുഷ്യരിൽപ്പെട്ടതായ വലിയകൾ, കൂട്ടാളികൾ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, സുഖമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്തു, ശൈത്താൻ ഇബാദത്ത് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. ഞങ്ങൾ അതിൽ സുഖിച്ചിങ്ങനെ ജീവിച്ചു. ഞങ്ങൾ ഇബാദത്ത് ചെയ്തപ്പോൾ അവരും എന്ത് ചെയ്തു? സന്തോഷിച്ചിങ്ങനെ ജീവിച്ചു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, ഈ സുഖമെടുത്തിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്നതായ കാലാവധി ഞങ്ങൾക്ക് എത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കേതം ഇനി എന്താണ്? നരകമാണ്. കാലാകാലം നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ കഴിഞ്ഞു കൂടേണ്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല
അവരോട് പറയും, ഇന്ന റബ്ബക ഹകീമുൻ അലീം, അല്ലാഹു ഹിക്മത്തുള്ളവനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമാണ്. അപ്പോ ഷെയ്ഖ് അവറുകൾ ഇത് വിശദീകരിച്ചിട്ട് ഇതിന്റെ ഖുലാസ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഷിർക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ മോശം ധാരണ വെച്ച് പുലർത്ത ഏറ്റവും മോശപ്പെട്ട കാര്യമാകാൻ ഉള്ള കാരണം ഇതാണ്. ഫഹാദിഹി ഇശാറത്തുൻ ലതീഫത്തുൻ ഇല സിരി അല്ലദീ ലിഅജ്ലിഹി കാന ശിർകു അക്ബറുൽ കബായിരി ഇൻദല്ലാഹ്. ഷിർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമായി തീരാനുള്ള അതിന്റെ രഹസ്യത്തിലേക്ക് സൂചന നൽകുന്ന ഒരു സൂചന എന്തുണ്ട്? സൂക്ഷ്മമായ സൂചന ഇതിലുണ്ട്. വഅന്നഹു ലാ യഗ്ഫിറു ബിഗൈരി അത്തൗബതി മിൻ, അള്ളാഹു ഷിർക്കിനെ എന്ത് ചെയ്യൂല? ലാ യഗ്ഫിറു, അതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല തൗബ ചെയ്താൽ ഒഴികെ. വഅന്നഹു യൂജിബുൽ ഖുലൂദ ഫിൽ അദാബ്, ഇങ്ങനെ ഷിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ കാലാകാലം അള്ളാഹുവിന്റെ ശിക്ഷയിലായിരിക്കും. വഅന്നഹു ലൈസ തഹരീമു, അപ്പോ അങ്ങനെയാകും എന്നുള്ളതിന്റെ ഹിക്മത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്. അവരെന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്നല്ല, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള ശൈത്വാനിനെ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിനോട് പകരമാക്കിയിരിക്കുന്നു, അള്ളാഹുവിനോട് പങ്കു ചേർത്തിരിക്കുകയാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അള്ളാഹുവിന്റെ ശത്രുവിനെ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിന് സമമാക്കിയിരിക്കുന്നു. അതാണ് അതിന്റെ രഹസ്യം. എന്നിട്ട് പറയുകയാണ്, വഅന്നഹു ലൈസ തഹരീമുഹു വഖുബ്ഹുഹു ബിമുജറദിൻ നഹി അൻഹു, അള്ളാഹു വെറുതെ അതിനെ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അത് നിഷിദ്ധവും മോശപ്പെട്ടതുമായി തീരുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണ്? ഇതാണ് അതിന്റെ രഹസ്യം. ഇവർ അള്ളാഹുവിന് പുറമെ സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട ബഹുമാനം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ ഏറ്റവും കഠിനമായ ശത്രുവായ ശൈത്വാനിന് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രഹസ്യം. ബൽ എന്നല്ല, യസ്തഹീലു അലല്ലാഹി സുബ്ഹാനഹു അൻ യശ്റഅ ലിഇബാദിഹി ഇബാദത ഇലാഹിൻ ഗൈരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. എന്ത്? അവന്റെ അടിമകൾ അവന് പുറമെ വേറൊരു സൃഷ്ടിക്ക് ആരാധ്യന് ഇബാദത്ത് ചെയ്യാൻ നിയമമാക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അള്ളാഹു എന്ത് ചെയ്യൂല? അങ്ങനെ അനുമതി കൊടുക്കുകയില്ല. കമാ യസ്തഹീലു അലൈഹി അൻ യുനാഖിദു ഔസാഫ കമാലിഹി വനുഊത ജലാലിഹി, അള്ളാഹുവിന്റെ സമ്പൂർണങ്ങളായ വസ്ഫുകൾ, അവന്റെ ഗുണങ്ങൾ, അവന്റെ വിശിഷ്ടങ്ങളായ അവന്റെ നഊത്ത്, അവന്റെ വിശേഷണങ്ങൾ, ഇത് ലംഘിക്കപ്പെടുന്നത് ഒരിക്കലും എന്തല്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്ന കാര്യമല്ല. അത് അസാധ്യമായ കാര്യമാണ്. വകൈഫ യുബൻ, എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക? ബിൽ മുൻഫരിദി ബിർ റുബൂബിയ്യത്തി വൽ ഇലാഹിയ്യത്തി വൽ അദമത്തി വൽ ഇജ്ലാൽ, റുബൂബിയ്യത്ത് കൊണ്ട് ഏകനായവൻ, സകലതും സൃഷ്ടിച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തി നിയന്ത്രിക്കുന്നവനായ അല്ലാഹു, അതുകൊണ്ട് തന്നെ ഇബാദാത്തുകൾക്ക് അവൻ മാത്രമാണ് അർഹൻ. അങ്ങനെ ഉലൂഹിയ്യത്ത് കൊണ്ട് ഏകനായവൻ, അതേപോലെ ബഹുമതി കൊണ്ട്, ബഹുമാനങ്ങൾ കൊണ്ട്, ഇതുകൊണ്ടെല്ലാം ഏകനായ അല്ലാഹു അൻ യഅ്ദന ഫീ മുശാറകതിഹി ഫീ ദാലിക് ഔ യർദാ ബി, അവനോട് അവന്റെ സൃഷ്ടികളെ പങ്കു ചേർക്കാൻ അവൻ അനുമതി നൽകും എന്ന് എങ്ങനെയാണ് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ അള്ളാഹു അത് തൃപ്തിപ്പെടും എന്ന് എങ്ങനെയാണ് മനുഷ്യന് പറയാൻ സാധിക്കുക? അള്ളാഹുവിലേക്ക് ഒരു കാരണവശാലും ചേർക്കാൻ പറ്റാത്ത, ഒരു രീതിയിലും തുലനം ചെയ്യപ്പെടാൻ പറ്റാത്ത സൃഷ്ടികളെ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് തുലനം ചെയ്യാൻ സാധിക്കുക? തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ, അതിനെ തൊട്ടെല്ലാം അള്ളാഹു വലിയ രീതിയിൽ അത്യുന്നതനായിരിക്കുകയാണ്, പരിശുദ്ധനായിരിക്കുകയാണ്. അപ്പോ ശിർക്ക് ഏറ്റവും കഠിനമായി മാറാനുള്ള രഹസ്യം, അതിന്റെ കാരണമാണ് ഷെയ്ഖ് അവറുകൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.